നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. കണ്ണൂർ വാണിയപ്പാറ ഇൻഫന്റ് ജീസസ് പള്ളിയിലെ കല്ലറ തുറന്ന് പരിശോധിച്ചതോടെ ദിവസങ്ങൾ നീണ്ട അഭ്യൂഹങ്ങൾക്കും ആശങ്കകൾക്കും വിരാമമാവുകയാണ്. കല്ലറയിലുള്ളത് 2 മൃതദേഹങ്ങൾ മാത്രമെന്ന് പരിശോധനയിൽ കണ്ടെത്തി. ഇത് 2006-ലും 2015-ലും അടക്കം ചെയ്ത 2 മൃതദേഹങ്ങളുടെ അവശിഷ്ടങ്ങളെന്നാണ് നിഗമനം. സംശയാസ്പദമായി കണ്ട പായ മൃതദേഹത്തിനടിയിൽ വെച്ചതെന്നാണ് സൂചന. കോഴിക്കോട് നിന്നുള്ള വിദഗ്ധ സംഘമാണ് പരിശോധന നടത്തിയത്. കോഴിക്കോട് വിലങ്ങാട് നിന്ന് കാണാതായ സിജോയുടെ തിരോധാനത്തിന് ഇതിൽ ബന്ധമില്ലെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. നടത്തിയ പരിശോധനയിൽ പ്രാഥമികമായിട്ട് സംശയിക്കാത്ത കാര്യങ്ങളില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന അടക്കിയവരുടെ ബോഡി തന്നെയാണെന്നാണ് നമ്മുടെ ഇതുവരെയുള്ള നിഗമനം. എങ്കിൽ തന്നെ നമ്മൾ കൂടുതൽ പരിശോധനയ്ക്കായിട്ട് DNA-ക്കായിട്ടുള്ള സാമ്പിളുകൾ ഉൾപ്പെടെ എടുത്തിട്ടുണ്ട്. പ്രഥമ ദൃഷ്ട്യാ നമുക്ക് മനസ്സിലാവുന്നു ഇതിൽ ദുരൂഹയുടെ ആവശ്യമില്ല. ഇതുവരെ കിട്ടിയ തെളിവുകളെല്ലാം വെച്ചിട്ട് അടക്കിയവരുടെ ബോഡി തന്നെയാണ് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. നമ്മളിപ്പോൾ പ്രാഥമികമായിട്ട് മനസ്സിലാക്കുന്നത് ആ പായ അടക്കിയ കൂടെ വെച്ചിരുന്നൊരു പായ തന്നെയാണ്. അത് പിന്നീട് ഇപ്പോൾ കണ്ടപ്പോഴാണ് 6-ലെ അതിനെ പറ്റി ഒന്നുകൂടെ നമുക്ക് നോക്കേണ്ടതുണ്ട്. എങ്കിലും നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് ആദ്യം മറിയമ്മയുടെ കൂടെ അടക്കിയ പായയാണ് എന്ന് മനസ്സിലാക്കുന്നത്. അതെ, അത് 2006-ലാണ്. 2006-ന് ശേഷമായിരിക്കില്ലേ 15 വെക്കുക. അപ്പോൾ താഴെ പോകാനല്ലേ സാധ്യത കൂടുതൽ? അത് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമ്മളിവിടെ പരിശോധിക്കട്ടെ. അതിൻ്റെ അകത്തൊരു കാര്യം കൂടെ നിങ്ങളിപ്പോൾ ചോദിച്ചതുമായി ബന്ധപ്പെട്ട് ഈ അറക്കപ്പൊടി ഇട്ടതിന് ശേഷമാണ് അതിൻ്റെ പുറത്ത് വെക്കുന്നത്. അപ്പോൾ കാലപ്പഴക്കത്തിൽ ട്വിസ്റ്റ് ചെയ്തതാണോ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ നമ്മളൊന്ന് പ്രാഥമികമായിട്ടൊന്ന് വിലയിരുത്തട്ടെ. ബാക്കി എക്സ്പെർട്സ് ഉൾപ്പെടെ എടുത്ത സാധനങ്ങളുമായിട്ടൊന്ന് അനലൈസ് ചെയ്യട്ടെ. പ്രഥമ ദൃഷ്ട്യാ നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിൻ്റെ അകത്ത് സംശയങ്ങളൊന്നുമില്ല, ഇതിലൊരു ദുരൂഹത ഇല്ലെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. മൃതദേഹം പ്ലാസ്റ്റിക് പായയിൽ പൊതിഞ്ഞ നിലയിലായിരുന്നില്ല. മൃതദേഹത്തിന് മുകളിൽ മടക്കിയ നിലയിൽ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് കാണപ്പെടുകയാണ് ചെയ്തതെന്ന് മൃതദേഹം പുറത്തെടുത്ത സന്നദ്ധ പ്രവർത്തകൻ അസീസ് മഠത്തിൽ പറഞ്ഞു. മാറ്റി നമ്മളൊരു കോണി വെച്ച് കല്ലറയിലേക്ക് ഇറങ്ങിയപ്പം ഒരു ഭാഗത്ത് ഒരു പായുള്ള ഒരു ബോഡിയാണ് കാണുന്നത്, മറിച്ച് ഒരു റെക്സിൻ സീറ്റുള്ള ഒരു ബോഡിയാണ് കാണുന്നത്. ഒരേ കല്ലറയിൽ 4 ഫൂട്ടിൻ്റെ ഉള്ളിൽ 2 ബോഡിയാണ് കാണുന്നത്. ഉടനെ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങിയ സമയത്ത് നമ്മൾ ആദ്യം തന്നെ മറിയാമ്മ എന്ന് പറയുന്ന കേൾക്കുന്ന ഒരു ബോഡിയാണ്, അതായത് സീറ്റുള്ള, അതായത് പുൽപ്പായുള്ള ഇതുള്ളതാണ് എടുക്കുന്നത്. അതെടുത്ത് ഞങ്ങൾ നേരെ ഇൻക്വസ്റ്റ് തയ്യാറാക്കുന്ന റൂമിലേക്ക് കൊണ്ടുപോയി അവിടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ, പോലീസ് ഉദ്യോഗസ്ഥന്മാർ, മറ്റ് ഡോക്ടർമാർ എല്ലാവരും പാടുള്ള സ്ഥലത്ത് ഞങ്ങളത് പൊളിച്ച് കഴിച്ച് നോക്കുന്ന സമയത്ത് അതിൽ മുകളിലൊരു പട്ട്, അതിൻ്റെ അടിയിൽ ഒരു വെള്ള തുണി, അതിൻ്റെ അടിയിൽ വേറെ തുണി ഒക്കെ ആയിട്ടാണ് കാണുന്നത്. അങ്ങനെ ഞങ്ങളത് പൊളിച്ച് കംപ്ലീറ്റ് നോക്കിയ സമയത്ത് ഫസ്റ്റിൽ തലോട്ടിൻ്റെ മുകളിൽ തന്നെ എയർ ബാൻഡ് പോലുള്ള ഒരു ഇരുമ്പ് ചെറിയ ഒരു നെറ്റ് പോലത്തെ ഒരു സാധനമാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം 2 കൊന്ത, അതായത് 2 കൊന്ത. അത് കഴിഞ്ഞതിന് ശേഷം തലോട്ടി ഏതാണ്ട് പൂർണ്ണമായി കാലപ്പഴക്കം ചെന്നതുകൊണ്ട് തലോട്ടിണ്ട്. അതിൽ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്കും 6 പല്ലുകളാണ് അതിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. കല്ലറയിലെ ദുരൂഹത നീങ്ങിയതിൽ ആശ്വാസമെന്ന് വാണിയപ്പാറ ഇൻഫന്റ് ജീസസ് പള്ളി വികാരി ഫാദർ ജിൽബർ കൊന്നയിൽ. മറിയാമ്മയുടെ മൃതദേഹത്തിനൊപ്പം അടക്കം ചെയ്ത പായ ഉയർന്നു വന്നത് സംസ്കാരത്തിലെ പിഴവായിരിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. കല്ലറ തുറന്നപ്പോൾ നമുക്ക് സാധാരണ കാണാൻ പാടില്ലാത്ത രീതിയിൽ ഒരു മൃതദേഹം കണ്ടു എന്നുള്ളതായിരുന്നു നമ്മുടെ ഡൗട്ട്. അത് ഓൾറെഡി നമ്മൾ ഇതിനു മുമ്പ് രജിസ്റ്റർ പ്രകാരം അടക്കിയ ആ 2 പേരുടെ മൃതദേഹം തന്നെയാണ് എന്ന് ഞങ്ങൾ അത് മനസ്സിലാക്കി. ഇനി ഔദ്യോഗികമായിട്ട് സ്ഥിരീകരണം ഫോറൻസിക് കൊണ്ടുപോയി അവരുടെ ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം അവർ പറയും. പക്ഷെ ഞങ്ങൾക്ക് ഓൾറെഡി അത് കൺഫേം ആണ്, അത് ഞങ്ങൾ ഓൾറെഡി അടക്കിയിട്ടുള്ള ആ 2 മൃതദേഹങ്ങളാണ് എന്നുള്ളത്. കല്ലറ തുറക്കുകയും കല്ലറയിലെ കാഴ്ചയിൽ സംശയം പ്രകടിപ്പിക്കുകയും ചെയ്ത തന്നെ കുറ്റക്കാരനാക്കിയതിൽ വിഷമമുണ്ടെന്ന് പള്ളിയിലെ കൈക്കാരൻ ബിനോയ് പറഞ്ഞു. തന്റെ സഹോദരി ഭർത്താവിന്റെ തിരോധാനത്തെ ഇതുമായി കൂട്ടിച്ചേർത്തത് ക്രൂരതയാണ്. ഈ തിരോധാനത്തിൽ സമഗ്രമായ അന്വേഷണം നടക്കേണ്ടത് തന്റെ കൂടി ആവശ്യമായി മാറിയിരിക്കുകയാണെന്നും അദ്ദേഹം ന്യൂസ് 18 പറഞ്ഞു. ഇതാദ്യം ഈ കല്ലറ തുറന്നു കളയാനാ, ഈ കല്ലറയ്ക്ക് വേണ്ടി പരാതി കൊടുത്ത് ഇതിനെക്കുറിച്ച് അന്വേഷിക്കണം എന്ന് പറഞ്ഞ് പരാതി കൊടുത്ത് കളയാനാ, ഇതിന്റെ ഭാഷയായും മറ്റു കാര്യങ്ങളെല്ലാം ഉപ്പുവെച്ച് കളയാനാ, ഫോട്ടോ എടുത്ത് കളയാനാ, അച്ഛനെ അയച്ചു കൊടുത്ത് കളയാനാ, അച്ഛനോട് പറഞ്ഞു കളയാനാ, ജനറൽ അച്ഛൻ പറഞ്ഞതിന്റെ ഭാഗമായിട്ട് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞു കളയാനാ, SIക്ക് മൊഴി കൊടുത്ത ഞാനാ, SI സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കാൻ പോയത് ഞാനല്ല തുറന്ന്, ഞാൻ കൈക്കാരൻ ഞാനാ തുറന്ന്, ഞാൻ ആദ്യം കമ്പിക്ക് കുത്തി തുറന്ന ആള് ഞാനാ, വേറെ ആരുമല്ല. അല്ല, അവരന്വേഷിച്ച് കണ്ടുപിടിച്ചാൽ ആ കേസുണ്ടല്ലോ, അന്വേഷിക്കുന്നുണ്ടല്ലോ, അവർ കണ്ടുപിടിക്കും. ഞങ്ങളെ കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റുമായിരുന്നു, ഞങ്ങൾ നേരത്തെ കണ്ടുപിടിച്ചാണല്ലോ. കുറെ അന്വേഷിച്ചു, നമുക്ക് അന്വേഷിക്കേണ്ട കാര്യമില്ലെന്ന്. അന്വേഷിക്കേണ്ടവരെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ. ഈ ആളെ കാണാതായി കഴിഞ്ഞ് നിങ്ങൾ അന്വേഷിച്ചിട്ടേ ഇല്ല? കാണാതായി കഴിഞ്ഞിട്ടല്ല ഈ പരാതിയും കാര്യങ്ങളെല്ലാം കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് കൊടുത്തിട്ടുണ്ടല്ലോ. അവരുടെ അമ്മയും ഇവരും എല്ലാം ഇതിന്റെ ഒപ്പ് വെച്ചിട്ടുണ്ടല്ലോ. പിന്നെ എന്റെ പ്രശ്നം. വിശദാംശങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നുണ്ട് കണ്ണൂരിൽ നിന്ന്, സംഭവ സ്ഥലത്ത് നിന്ന്. അനീഷ്,
കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അവിടുത്തെ ഇടവക വിശ്വാസികളും നാട്ടുകാരും വലിയ ആശങ്കയിലായിരുന്നു. പല രീതിയിലുള്ള അഭ്യൂഹങ്ങൾ, ദുരൂഹതകളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നതാണ്. പക്ഷേ ഏറ്റവും ഒടുവിൽ ഈ കല്ലറ തുറന്ന് പരിശോധിച്ചപ്പോൾ ഈ ദുരൂഹത പൂർണ്ണമായും നീങ്ങിയെന്ന് കരുതാൻ കഴിയുമോ? ടോം, ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കല്ലറയുടെ ഒരു കിടപ്പ് തന്നെയാണ്. ഒരു കുടുംബ കല്ലറ എന്ന രീതിയിൽ അല്ല ഇൻഫന്റ് ജീസസ് പള്ളിയിലെ കല്ലറയുള്ളത്. അത് പള്ളിയോട് ചേർന്ന് തന്നെ പള്ളിയുടെ ഒരു ഭൂഗർഭ നിലയിൽ എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. അങ്ങനെ ഒരു തുറസായ സ്ഥലത്ത് കെട്ടിടത്തിന്റെ താഴെയാണ് ഈ കല്ലറയുള്ളത്. അതിൽ 98 കല്ലറകളുണ്ട്. ഈ 98 കല്ലറകളിലും ആളുകളെ അടക്കം ചെയ്യുന്നതാണ് സാധാരണ പതിവ്. അങ്ങനെ ഈ 98 കല്ലറകളിൽ അടക്കം ചെയ്യുമ്പോഴും ഈ 98ാമത്തെ എണ്ണം കഴിഞ്ഞാൽ അടുത്തയാൾ വരുമ്പോൾ ആദ്യത്തെ കല്ലറ തുറക്കുക, പിന്നീട് രണ്ടാമത്തെ കല്ലറ തുറക്കുക, അങ്ങനെ ക്രമാനുഗതമായാണ് ഓരോ കല്ലറയിലും ആളുകളെ അടക്കം ചെയ്യുന്നത്. ഇത്തരത്തിൽ ഈ 38ാം നമ്പർ കല്ലറയിൽ, നേരത്തെ ഇതിന്റെ നമ്പർ മാറ്റമുണ്ടായിരുന്നു, ആ കല്ലറയിൽ ആദ്യം അടക്കം ചെയ്തത് മറിയാമ്മ എന്ന 95 വയസ്സുള്ള വയോധികയായിരുന്നു. അവർ അർബുദ രോഗബാധിതയായി മരിക്കുകയും ചെയ്തതാണ്. അവരുടെ അടക്കം ചെയ്ത ശേഷം ഏതാണ്ട് 9 വർഷം കഴിയുമ്പോൾ 2015 രണ്ടാമത് ജെയിംസ് എന്ന തദ്ദേശവാസിയായ ആളുടെ മൃതദേഹം അടക്കം ചെയ്യുന്നത്. അദ്ദേഹം രക്തം ഛർദ്ദിച്ച് മരിച്ചുകൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാണ് ആ മൃതദേഹം കല്ലറയിൽ അടക്കം ചെയ്തത്. സാധാരണഗതിയിൽ ഒരു മൃതദേഹം അടക്കം ചെയ്ത കല്ലറയിൽ ഒരു നിശ്ചിത ഇടവേളയ്ക്ക് ശേഷം മറ്റൊരു മൃതദേഹം അടക്കം ചെയ്യുമ്പോൾ ഈ മണലും അറക്കപ്പൊടിയും ഒക്കെ ഇട്ട് ആ പ്രതലം ഒന്ന് നിരപ്പാക്കാറുണ്ട്. അതായത് പഴയ മൃതദേഹാവശിഷ്ടത്തിന്റെ മുകളിലേക്കാണ് ഈ മണലും അറക്കപ്പൊടിയും ഇടുന്നത്. അങ്ങനെ പ്രതലം നിരപ്പാക്കിയ ശേഷമാണ് അടുത്ത ശവപ്പെട്ടി അവിടേക്ക് വെച്ച് സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഇവിടെ ഇപ്പോൾ അടുത്ത ടേൺ, അതായത് വീണ്ടും ഈ കല്ലറ തുറന്ന് അടുത്ത മൃതദേഹം അകത്തേക്ക് വെക്കാനുള്ള ഒരു സമയം എത്തിയപ്പോഴാണ് നേരത്തെ നമ്മൾ സംസാരിച്ച ബിനോയ് അടക്കമുള്ള പള്ളിയിലെ കൈക്കാരനും മറ്റു തൊഴിലാളികളുമൊക്കെ ചേർന്ന് ഈ കല്ലറ വീണ്ടും പൊളിക്കുകയും കല്ലറയ്ക്കുള്ളിൽ ഈ നിരത്തൽ പ്രക്രിയ നടത്താൻ ഒരുങ്ങുകയും ചെയ്ത് അപ്പോഴാണ് അസ്വാഭാവികമായി ഒരു മൃതദേഹം മുകളിൽ കിടക്കുന്നത് കാണുന്നത്. ഒപ്പം ഒരു പ്ലാസ്റ്റിക് ഷീറ്റിൽ പൊതിഞ്ഞതെന്ന വണ്ണം മറ്റൊരു വസ്തു കൂടി കാണുകയും ചെയ്തു. അതുകൊണ്ട് അവർക്ക് സ്വാഭാവികമായ ഒരു സംശയം വന്നു. കാരണം ആദ്യം അടക്കിയ മറിയാമ്മയുടെ മൃതദേഹം അത് അറക്കപ്പൊടിയും മണലും ഇട്ട് നിരപ്പാക്കിയ ശേഷമാണ് രണ്ടാമത് ജെയിംസിന്റെ മൃതദേഹം അടക്കിയത്. അതുകൊണ്ട് മുന്നിൽ അല്ലെങ്കിൽ മുകളിൽ ഒരു മൃതദേഹം മാത്രമാണ്, അല്ലെങ്കിൽ ഒരു പെട്ടി മാത്രമാണ് കാണാൻ സാധ്യത. പക്ഷേ അതിനോട് ചേർന്നാണ് മറ്റൊരു പ്ലാസ്റ്റിക് കടലാസിൽ പ്ലാസ്റ്റിക് പാളിയിൽ പൊതിഞ്ഞതുപോലെ മറ്റൊന്നുകൂടെ കണ്ടത്. അപ്പോൾ തന്നെ അവർക്കൊരു ആശങ്ക വരുന്നത് ഇതൊരു 3 മൃതദേഹങ്ങളുള്ള കല്ലറയാണ്. അതായത് യഥാർത്ഥമായി അടക്കിയ 2 മൃതദേഹങ്ങൾക്കൊപ്പം മറ്റൊരു മൃതദേഹം കൂടി ഇവിടെ ഉണ്ടോ എന്ന സംശയം ഉയരുകയും അത് പള്ളി അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ തന്നെ കല്ലറ അടച്ചു പൂട്ടാനാണ് അന്ന് വികാരി നിർദ്ദേശം നൽകിയത്. മറ്റൊരു തരത്തിലുള്ള പരിശോധനകൾ നമ്മളായി നടത്തേണ്ടതില്ല, പോലീസാണ് അക്കാര്യം നടത്തേണ്ടതെന്ന് പറയുകയും ചെയ്തു. പിന്നീട് പള്ളി തന്നെ പോലീസിന് പരാതി കൈമാറുകയും അത് പരിശോധന നടത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഇതേ സമയത്ത് തന്നെയാണ് ഈ വാണിയപ്പാറയിൽ നേരത്തെ താമസിച്ചിരുന്ന ഒരു ആളായ വിലങ്ങാട് സ്വദേശിയായ സിജോസ് കറിയ എന്ന ആളെ കാണാതായി എന്ന വിവരം പുറത്തു വരുന്നത്. ഈ കല്ലറയിൽ 3ാമതൊരു മൃതദേഹമുണ്ടെങ്കിൽ ഒരുപക്ഷെ അത് സിജോസ് കറിയുടേതാവാം എന്ന ഒരു സംശയം ഉയരുകയും ആ കുടുംബം ഈ സംബന്ധിച്ച് പരാതി നൽകുകയും ചെയ്യും. ഈ സിജോസ് കറിയുടെ കാര്യം പറഞ്ഞാൽ അതും ഒരു കഥയാണ്. കാരണം 2014 വിലങ്ങാട് ഭാര്യയും കുട്ടിക്കും ഒപ്പം താമസിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കുടുംബവുമായി ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാവുകയും അച്ഛനോടും അമ്മയോടുമൊക്കെ പിണങ്ങി ആ വീട്ടിൽ നിന്നിറങ്ങി വാണിയമ്പാറയുടെ ഇരട്ടിക്കടുത്തുള്ള ഈ സ്ഥലത്തെ ഭാര്യ വീട്ടിൽ താമസിക്കാനായി അദ്ദേഹം എത്തുന്നത്. അവിടെ ഭാര്യയും കൊച്ചുമൊത്ത് താമസിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് വീണ്ടും ഭാര്യയോട് ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അദ്ദേഹം അവിടെ നിന്നും ഇറങ്ങിപ്പോവുകയും ചെയ്തു. അദ്ദേഹം വിലങ്ങാട്ടെ സ്വന്തം വീട്ടിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാണ് അവിടുന്ന് പോവുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ പിണങ്ങിപ്പോയ ഒരാളെ പിന്നീട് ആ ഭാര്യ വീട്ടുകാർ തിരക്കിയില്ല എന്നതാണ് ഏറെ കൗതുകമുള്ള ഒരു വസ്തുത. ഇതേസമയം മറുവശത്ത് വിലങ്ങാട് ഈ സിജോയുടെ വീട്ടിലും ഈ ഇദ്ദേഹത്തെ കുറിച്ച് തീർച്ചയായും അതാണ് അനീഷ്. ഈ സംഭവം ഉയർന്നു വന്നപ്പോൾ തന്നെ ഉയർന്നു വന്നൊരു ആക്ഷേപം, പരാതി ഇതായിരുന്നു: ഈ സിജോസ് കറിയുടെ തിരോധാനവുമായി ഇതിന് ബന്ധമുണ്ടോ? സിജോസ് കറിയെ കൊന്നു കുഴിച്ച് മൂടിയതാണെന്ന് പോലും കഥകൾ പരന്നു. അതിൽ സംശയം മുഴുവൻ നീണ്ടത് നേരത്തെ ന്യൂസ് 18 പ്രതികരിച്ച കൈക്കാരനായിരുന്ന, ഇപ്പോൾ അവിടുത്തെ ഇടവകയിലെ കൈക്കാരനായ ബിനോയിലേക്കാണ്. അത് ബിനോയുടെ ബന്ധുവാണ്, അതായത് സഹോദരിയുടെ ഭർത്താവാണെന്ന് മനസ്സിലാക്കുന്നത് ഈ സിജോയെ അപായപ്പെടുത്തിയതാണ് എന്ന രീതിയിൽ വലിയ രീതിയിൽ പഴി കേൾക്കേണ്ടി വന്നു, ആക്ഷേപം കേൾക്കേണ്ടി വന്നു ഈ കൈക്കാരന്. പക്ഷെ ഏറ്റവും ഒടുവിൽ ഈ സത്യം പുറത്തു വരുമ്പോൾ, അതായത് ഇവിടെ 3 മൃതദേഹം ഇല്ല എന്ന സത്യം പുറത്തു വരുമ്പോൾ ഈ ബിനോയ്ക്കും കുടുംബത്തിനും എന്തായാലും ആശ്വസിക്കാം. പക്ഷേ സിജോയ്ക്ക്
എന്ത് പറ്റിയെന്നൊരു ചോദ്യം അവിടെ ബാക്കി നിൽക്കുന്നുണ്ടല്ലോ. തീർച്ചയായും ആ ഒരു ചോദ്യം തന്നെയാണ് ഒരു പക്ഷേ ഈ കല്ലറയിൽ ഈ പ്ലാസ്റ്റിക് വസ്തു കണ്ടപ്പോൾ അതൊരു മൃതദേഹമാണ് എന്നൊരു പ്രതീതി ജനിപ്പിച്ചത് ഈ കുടുംബത്തിൻ്റെ ഒരു വെളിപ്പെടുത്തൽ, അല്ലെങ്കിൽ സിജോയെ കാണാനില്ല. കാരണം വാണിയപ്പാറ ഭാഗത്ത് താമസിക്കുന്ന ഒരാൾ കൂടിയാണ്. ഒപ്പം ഈ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ സഹോദരൻ ഈ പള്ളിയിലെ കൈക്കാരനാണ്. ഈ കല്ലറയുമായൊക്കെ അടുത്ത ബന്ധം പുലർത്തുന്നതാണ്. അങ്ങനെ പലതരത്തിലുള്ള ഊഹാപോഹങ്ങൾ പുറത്ത് പ്രചരിച്ചതോടുകൂടിയാണ് ഇത് എന്തായാലും തുറന്ന് പരിശോധിക്കണമെന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. ഇതനുസരിച്ചുള്ള ഒരു സംവിധാനങ്ങൾ പോലീസ് ഔദ്യോഗികമായി ക്രമീകരിച്ചു. ഇന്ന് പേരാവൂർ ASPയുടെ സാന്നിധ്യത്തിലുള്ള പോലീസ് സംഘമായിരുന്നു വലിയ ഒരു സന്നാഹമാണ് ഒരുക്കിയത്. ഒപ്പം ഈ ഫോറൻസിക് വിദഗ്ധരുണ്ടായിരുന്നു, വിരലടയാള വിദഗ്ധരുണ്ടായിരുന്നു, ഡോർ സ്ക്വാഡിലെ ആളുകളുണ്ടായിരുന്നു. അങ്ങനെ സാധാരണഗതിയിൽ ഒരു മൃതദേഹം കല്ലറയിൽ നിന്നും പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ അല്ലെങ്കിൽ ഇൻക്വസ്റ്റ് തയ്യാറാക്കിയൊക്കെ ഒരു DNA പരിശോധനയ്ക്കായി അയക്കാൻ പര്യാപ്തമായ എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയാണ് ഇന്നത്തെ നടപടിക്രമങ്ങൾ നടന്നത്. വലിയൊരു നാട്ടുകാരുടെ എണ്ണവും അവിടേക്ക് എത്തുകയും ചെയ്തു. അവർക്കൊക്കെയുള്ള ആശങ്ക ഇതൊരു മൂന്നാമത്തെ മൃതദേഹമാണോ എന്ന് സംബന്ധിച്ച് തന്നെയായിരുന്നു. പക്ഷേ പോലീസ് പരിശോധന നടത്തിയപ്പോൾ നേരത്തെ അസീസ് മഠത്തിലൊക്കെ പറഞ്ഞതുപോലെ 2 മൃതദേഹങ്ങളുടെ അവശിഷ്ടങ്ങൾ അവിടെ നിന്നും ലഭിച്ചു. ഒരു മൃതദേഹം ഏതാണ്ട് പൂർണ്ണമായി മണ്ണിൽ അലിഞ്ഞു ചേർന്ന ഒരു 2-3 അസ്ഥി കഷ്ണങ്ങളും പല്ലും തലയൊട്ടി മാത്രമൊക്കെയാണ് ലഭിച്ചത്. അത് ഈ ആദ്യം അടക്കം ചെയ്ത മറിയാമ്മയുടെ തന്നെയാണ്. പക്ഷേ രണ്ടാമത് അടക്കം ചെയ്ത ജെയിംസിന്റെ അസ്ഥിഭാഗങ്ങളൊക്കെ ഏതാണ്ട് അതുപോലെ തന്നെ ഒരു പൂർണ്ണ അസ്ഥികൂടം എന്ന രീതിയിൽ തന്നെ ലഭിക്കുകയും ചെയ്തു. അതുകൊണ്ട് അക്കാര്യത്തിലൊരു ആശങ്കകൾ മാറി. പക്ഷേ അപ്പോഴും ആ മൃതദേഹങ്ങൾ അവരുടെ തന്നെയാണോ എന്നറിയുന്നതിന് ആയി സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. ബന്ധുക്കളുടെ സാമ്പിളുമായി ഒത്തുനോക്കി ഈ മറിയാമ്മയുടെയും ജെയിംസിന്റെയും മൃതദേഹം തന്നെയാണോ ഇതെന്നുള്ള പരിശോധനയൊക്കെ നടക്കുകയും ചെയ്യും. മറുവശത്ത് സിജോ എവിടെ എന്ന ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരമില്ല എന്നതാണ് ഏറെ കൗതുകരമായ ഒരു വസ്തുത. കാരണം ഈ ഭാര്യ വീട്ടിൽ നിന്നും തന്റെ സ്വന്തം വീട്ടിലേക്ക് പോയി എന്ന് പറയുന്ന ആളെ പിന്നീട് ഭാര്യ വീട്ടുകാർ അന്വേഷിക്കുന്നില്ല. സ്വന്തം വീട്ടിൽ നിന്നും ഭാര്യ വീട്ടിലേക്ക് പിണങ്ങിയിറങ്ങിയ ആളെ ആ കുടുംബവും പിന്നീട് അന്വേഷിക്കുന്നില്ല. 2020 ഇരിട്ടിയിൽ ഒരു വിവാഹത്തിനായി സിജോയുടെ ബന്ധു എത്തിയപ്പോൾ, ഒരു ചടങ്ങിൽ പങ്കെടുക്കാനായി എത്തിയപ്പോൾ അവിടെ വെച്ചാണ് സിജോയെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അന്വേഷിക്കുന്നത്. അപ്പോൾ അവരുടെ കുടുംബം മറുപടി നൽകി സിജോ വിലങ്ങാടാണുള്ളതല്ലോ എന്ന് പറയുന്നു. അപ്പോൾ വിലങ്ങാടില്ല എന്ന് അയാൾ പറയുന്നു. 2 കുടുംബവും അപ്പോഴാണ് അറിയുന്നത് 2 ഇടത്തും ഇദ്ദേഹം ഇല്ല എന്നത്. പരസ്പരം 2 വീട്ടിലും ഇല്ല എന്നത് അവർക്ക് അറിയുകയും ചെയ്തില്ലായിരുന്നു. അങ്ങനെ 2021 ഒരു പരാതി പോലീസിൽ നൽകിയെങ്കിലും ആ പരാതിയിൽ കുറച്ച് അന്വേഷണങ്ങളൊക്കെ നടക്കുന്നു. ചില അജ്ഞാത മൃതദേഹങ്ങളുമായി ബന്ധപ്പെട്ട് DNA പരിശോധനകൾ നടക്കുന്നു. മറ്റ് ഇടങ്ങളിലൊക്കെ ചില തെരച്ചിലുകൾ നടത്തുന്നുവെങ്കിലും അദ്ദേഹത്തെപ്പറ്റി കൃത്യമായ വിവരം ലഭിച്ചിട്ടില്ല. ഇപ്പോഴും കൃത്യമായൊരു വിവരം അദ്ദേഹത്തെപ്പറ്റി ലഭിച്ചിട്ടില്ല. ഈ അന്വേഷണം ഈ തരത്തിലേക്ക് മുന്നോട്ട് പോകുമ്പോഴും അദ്ദേഹം എവിടെയാണ് എന്നത് ഇപ്പോഴും അജ്ഞാതമാണ്. ഈ സിജോ താരതമ്യേന കാര്യമായി മദ്യപിക്കുന്ന ഒരാളാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 6 വർഷം മുൻപ് പോലീസ് സിജോയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷിച്ചതാണ്. പിന്നീട് അന്വേഷണം വഴിമുട്ടിയതാണ്. ഇത്തരമൊരു ദുരൂഹതകൾ ഇപ്പോഴും നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ വീണ്ടും സിജോയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട കേസ് പുനരന്വേഷിക്കുമോ എന്ന കാര്യം അറിയണം. അതോടൊപ്പം എന്തായാലും ഈ സംശയം, ഈ അഭ്യൂഹങ്ങൾ പൂർണ്ണമായും നീങ്ങിയെന്ന് കരുതാൻ കഴിയുമോ അനീഷ്? അതോ ഇനിയും ഈ കേസുമായി ബന്ധപ്പെട്ട് ഇത്തരമൊരു പരാതി ഉന്നയിച്ചത് ഇടവക ജനങ്ങൾ തന്നെയാണ്, ഇടവക വികാരിയാണ്. ആ ഇടവക ജനങ്ങളുടെ ആശങ്കകൾ പൂർണ്ണമായി ഒഴിഞ്ഞുവെന്ന് കരുതാൻ കഴിയുമോ? അതല്ലെങ്കിൽ ഇനി ഈ കേസുമായി ബന്ധപ്പെട്ടൊരു വിശദമായ അന്വേഷണം അല്ലെങ്കിൽ പരിശോധന, ശാസ്ത്രീയ പരിശോധന ഉൾപ്പെടെ നടത്തേണ്ട ഒരു കാര്യമുണ്ടോ? ടോം, ഇത് പൂർണ്ണമായും ഒരാശങ്കയോ അല്ലെങ്കിൽ ഈ ദുരൂഹതയോ മാറിയെന്ന് പറയാൻ നമുക്ക് കഴിയില്ല. കാരണം ഈ കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉള്ളറകളിലേക്ക് ഇറങ്ങുമ്പോൾ ആരും ചിന്തിക്കാത്ത രീതിയിലുള്ള ഒരു പുരോഗതികളൊക്കെ പലപ്പോഴും ചില കേസുകളിലൊക്കെ പോലും ഉണ്ടായ ചരിത്രമുണ്ട്. അതുകൊണ്ട് ഒരു പൂർണ്ണമായ ഒരു നിഗമനത്തിലേക്ക് ഇപ്പോഴും എത്തുന്നില്ല. പക്ഷേ ഇപ്പോൾ പ്രഥമ ദൃഷ്ട്യാ നോക്കിയാൽ 2 മൃതദേഹങ്ങളാണ് അവിടെ അടക്കം ചെയ്തിരുന്നത്. വ്യത്യസ്തമായ 2 കാലഘട്ടങ്ങളിലായാണ് അടക്കം ചെയ്ത് അതിന് പര്യാപ്തമായ തെളിവുകൾ ആ കല്ലറയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ആ കല്ലറയിൽ ഇപ്പോൾ അടക്കം ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ലഭിച്ച അസ്ഥികഷ്ണങ്ങളോ മറ്റ് ശരീരഭാഗങ്ങളോ പൂർണ്ണമായും മറിയാമ്മയുടെയും ഒപ്പം ഈ ജെയിംസിനെ തന്നെ ആണോ എന്നിനിയും ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതിനായാണ് DNA പരിശോധന നടത്തുന്നത്. DNA പരിശോധനയിൽ കൂടി അതിനൊരു വ്യക്തത വന്നാൽ പിന്നീട് അക്കാര്യത്തിൽ സംശയങ്ങളൊന്നും ഉണ്ടാവില്ല. മറുവശത്ത് ഒരുപാട് നാളുകളായി സിജോയെ കാണാതായെങ്കിലും അക്കാര്യത്തിലൊരു അന്വേഷണം ഊർജിതമായി നടന്നിട്ടില്ല എന്നത് തന്നെയാണ് കുടുംബത്തിന്റെ അടക്കം ഒരു പരാതിയായി വരുന്നത്. ഇന്നിപ്പോൾ കുറ്റ്യാടി പോലീസിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ
ഈ സ്ഥലത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. ഇനിയും മൂന്നാമതൊരു മൃതദേഹം ലഭിച്ചാൽ അതുമായി ബന്ധപ്പെട്ട അവരുടെ കാണാതായ മിസ്സിംഗ് കേസുമായി ബന്ധപ്പെട്ട് ചേർത്തൊരു അന്വേഷണം നടത്തുന്ന കാര്യമൊക്കെ പരിശോധിച്ചേനെ. നമ്മൾ ഇന്നിപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ പള്ളി വികാരിയുടെ പരാതിയെ തുടർന്ന് ഈ നടപടിക്രമങ്ങളൊക്കെ കൈക്കൊണ്ട ACPയോടൊക്കെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ അന്വേഷണ പരിധിയിലേക്ക് ഇക്കാര്യം വന്നിട്ടില്ല. കാരണം അദ്ദേഹം ഈ അസ്വാഭാവികമായ രീതിയിൽ ഒരു കല്ലറയിൽ ഒരു മൃതദേഹം കണ്ടു എന്നതുമായി ബന്ധപ്പെട്ട കേസാണ് അന്വേഷിക്കുന്നത്. മറ്റേ കേസ് സ്വാഭാവികമായും അത് കുറ്റ്യാടി പോലീസാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രത്യേക അന്വേഷണ സംഘത്തെയോ മറ്റോ നിയോഗിച്ച് ഇക്കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ടെങ്കിൽ അതൊക്കെ സർക്കാർ തലത്തിലെടുക്കേണ്ട അല്ലെങ്കിൽ പോലീസ് തലത്തിലെടുക്കേണ്ട തീരുമാനങ്ങളാണ്. ഒരുപക്ഷെ ഇപ്പോൾ ഈ ഉണ്ടായ സ്ഥിതിഗതികളുടെ പശ്ചാത്തലത്തിൽ സിജോയുടെ തിരോധാനം ഒരു പ്രത്യേക സംഘത്തെ നിയോഗിച്ച വല്ലതും അന്വേഷിക്കാനൊക്കെ ഉള്ള ഉത്തരവ് പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. എന്തായാലും ഈ മൃതദേഹങ്ങളുടെ DNA പരിശോധന ഫലം പുറത്തു വരുമ്പോൾ ഇക്കാര്യത്തിൽ കുറച്ചുകൂടെ വ്യക്തത വരും. അതിൽ എന്തെങ്കിലും ചെറിയ ഒരു വ്യത്യാസമുണ്ടെങ്കിൽ പോലും സിജോ തിരോധാനവുമായി ബന്ധപ്പെട്ട അന്വേഷണവും ഈ അന്വേഷണവും ഒരേ രേഖയിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. യെസ്, വ്യക്തമാണ്. MS അനീഷ് കുമാറാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കണ്ണൂരിലെ ഇടവക പള്ളിയിലെ കല്ലറയിൽ 3 മൃതദേഹങ്ങളുണ്ടെന്നൊരു സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു കല്ലറ തുറന്ന് പോലീസ് പരിശോധിച്ചത്. എന്നാൽ 3 എണ്ണമില്ല, 2 എണ്ണം മാത്രമേ ഉള്ളത്. 2 നേരത്തെ അടക്കി അവിടെ സംസ്കാരം ഈ സഭാചാരപ്രകാരം സംസ്കാരം നടത്തിയതാണെന്ന് പോലീസും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ദുരൂഹത ഒരു പരിധിവരെ നീങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും കോഴിക്കോട് വിലങ്ങാട് നിന്ന് കാണാതായ സിജോസ് കറിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട കേസിൽ വീണ്ടും ഒരു പുനരന്വേഷണം നടത്തേണ്ട ആവശ്യം വന്നിരിക്കുകയാണ്. കാരണം സിജോയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇടവേള. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ S ജയശങ്കർ പാക് അധിനിവേശ കാശ്മീരിനെ കുറിച്ച് നടത്തിയ പ്രസ്താവനകൾ രാജ്യാന്തര തലത്തിലും ആഭ്യന്തര രാഷ്ട്രീയത്തിലും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. പാകിസ്ഥാൻ അനധികൃതമായി കൈവശപ്പെടുത്തിയിരിക്കുന്ന കാശ്മീർ പ്രദേശങ്ങൾ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്നും ഭാവിയിൽ ഈ പ്രദേശങ്ങൾക്ക് മേൽ ഇന്ത്യക്ക് പൂർണ്ണമായ ഭൗതിക നിയന്ത്രണം ലഭിക്കുമെന്നുമുള്ള അദ്ദേഹത്തിന്റെ വാക്കുകൾ വെറുമൊരു രാഷ്ട്രീയ പ്രസ്താവനയായി മാത്രം കാണാനാകില്ല. മറിച്ച് പതിറ്റാണ്ടുകളായി ഇന്ത്യ കാത്തുസൂക്ഷിക്കുന്ന ഒരു ഭരണഘടനാപരമായ പ്രതിബദ്ധതയുടെയും മാറുന്ന നയതന്ത്ര സമീപനത്തിന്റെയും ശക്തമായ പ്രതിഫലനമാണിത്. അതിർത്തിയിലെ കടന്നുകയറ്റങ്ങളോടും പാകിസ്ഥാൻ നടത്തുന്ന നിയമവിരുദ്ധ ഭരണഘടനാ തിരുത്തലുകളോടും ഇനിയും മൃദുവായ സമീപനമില്ലെന്ന കൃത്യമായ സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത്. ഗിൽജിത്ത് ബാൾട്ടിസ്ഥാനിലെ പാക് ഇടപെടലുകൾക്കും അവിടെ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള നീക്കങ്ങൾക്കുമെതിരെ ഇന്ത്യ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുമ്പോൾ കേവലം ഭൂപടത്തിലെ അതിർത്തികൾക്കപ്പുറം ഇന്ത്യയുടെ പരമാധികാരത്തിന്റെയും ദേശീയ സുരക്ഷയുടെയും വിശാലമായ അർത്ഥതലങ്ങളാണ് ഇവിടെ അനാവരണം ചെയ്യപ്പെടുന്നത്. സ്വന്തം അവകാശങ്ങളെക്കുറിച്ച് ഉറക്കെ സംസാരിക്കാൻ രാജ്യം ഇപ്പോൾ മടിക്കുന്നില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണിത്. ചരിത്ര പശ്ചാത്തലവും ഭരണഘടനാപരമായ നിലപാടും വിശദമായി പരിശോധിക്കുമ്പോൾ പാക് അധിനിവേശ കാശ്മീർ എന്ന വിഷയം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഒരു സ്പോട്ട് ലൈവ് തുടരുന്നു. കൊച്ചിയിൽ യുവതിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച സംഭവം ഞെട്ടിപ്പിക്കുന്നതാണ്. ഇക്കഴിഞ്ഞ മാർച്ചിലാണ് ഈ സംഭവങ്ങളുടെ തുടക്കം. അതായത് കൊച്ചിയിലെ ഗുണ്ടാ നേതാവായിട്ടുള്ള അട്ടാണി അനീഷിൻ്റെ നേതൃത്വത്തിൽ ഈ പെൺകുട്ടിയെ യുവതിയെ പരിചയപ്പെടുന്നു, പിന്നീട് യുവതിയെ പീഡിപ്പിക്കുന്നു. അതിനുശേഷം ഈ യുവതിയുടെ ദൃശ്യങ്ങൾ പകർത്തി മറ്റ് സുഹൃത്തുക്കൾ ഇയാൾ കാഴ്ചവെക്കുന്നു. അതിനുശേഷം ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ഞായറാഴ്ച വീണ്ടും അതിക്രൂരമായ പീഡനം നടന്നു. അതായത് 24-കാരിയെ തട്ടിക്കൊണ്ടുപോയി അതിക്രൂരമായി പീഡിപ്പിച്ച കേസ്. സംഭവത്തിൽ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. മട്ടാഞ്ചേരി സ്വദേശി
അട്ടാണി അനീഷ്, കൊല്ലം സ്വദേശി ഫിറോസ് ഖാൻ എന്നിവരെയാണ് സിറ്റി പോലീസ് പിടികൂടിയത്. കഴിഞ്ഞ മാർച്ചിലാണ് അനീഷ് യുവതിയെ മയക്കുമരുന്ന് നൽകി ആദ്യം പീഡിപ്പിക്കുന്നത്. പിന്നീട് പീഡന ദൃശ്യങ്ങൾ പകർത്തി ദൃശ്യങ്ങൾ ഫിറോസ് അടക്കമുള്ള സുഹൃത്തുക്കൾക്ക് ഇയാൾ കൈമാറി. ദൃശ്യങ്ങൾ പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തി ഫിറോസ് യുവതിയെ കഴിഞ്ഞ ഞായറാഴ്ച തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കുകയായിരുന്നു. യുവതിയുടെ പരാതിയിലാണ് പോലീസിന്റെ നടപടി. പിടിയിലായ ഫിറോസ് മുൻപ് പോക്സോ അടക്കമുള്ള ക്രിമിനൽ കേസുകളിൽ പ്രതിയാണെന്നാണ് സൂചന. ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഡാനി, കഴിഞ്ഞ ദിവസം ഈ തട്ടിക്കൊണ്ടുപോയ പീഡിപ്പിച്ചെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു കൂട്ടബലാത്സംഗത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. ഇതിനു മുൻപ് ഈ യുവതി പരാതി നൽകിയിരുന്നോ, അതോ ഏറ്റവും അവസാനം ഈ ഫിറോസ് പീഡിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണോ, പശ്ചാത്തലത്തിലാണോ യുവതി പരാതിയുമായി പോലീസിനെ സമീപിക്കുന്നത്? ടോം, ഈ യുവതി ഇപ്പോൾ മാത്രമാണ് പരാതി നൽകുന്നത്. അത് ഫിറോസ് ഖാൻ തട്ടിക്കൊണ്ടുപോയി, ഇപ്പോൾ പിടിയിലായിട്ടുള്ള ഫിറോസ് ഖാൻ തട്ടിക്കൊണ്ടുപോയി. അതിനുശേഷം ഒരാഴ്ചയോളം കൊച്ചിയിലെ ഒരു ലോഡ്ജ് മുറിയിൽ അവരെ ലഹരി മരുന്നുകൾ നൽകി അവരെ അവിടെ സൂക്ഷിക്കുകയായിരുന്നു. അതോടൊപ്പം തന്നെ ഒരാഴ്ചയോളം കടുത്ത പീഡനവും എല്ലാം തന്നെ തുടരുകയും ചെയ്തു എന്നതാണ് യുവതി നൽകിയിരിക്കുന്ന പരാതിയിൽ പറയുന്നത്. ഇവരെ പിന്നീട് ഇത് ബോധം വരുമ്പോൾ അവിടുന്ന് രക്ഷപ്പെടാനുള്ള ശ്രമങ്ങളെല്ലാം തന്നെ നടത്തും. പക്ഷേ അവിടുന്ന് പുറത്ത് കടക്കാൻ കഴിയാത്തൊരു സ്ഥിതിയിലായിരുന്നു. പിന്നീട് ഒരു ദിവസമാണ് അവിടെ നിന്ന് ഇറങ്ങി പുറത്തു വരികയും അടുത്ത വീട്ടിൽ സമീപത്തുള്ള വീട്ടിലേക്ക് കയറി കാര്യങ്ങൾ പറയുകയും ചെയ്തത്. അവരാണ് പോലീസിനെ വിളിച്ച് അവർക്ക് കൈമാറുകയും എല്ലാം തന്നെ ചെയ്തതെന്നാണ് നിലവിൽ അറിയാനായിട്ട് സാധിക്കുന്നത്. പോലീസ് ഈ പെൺകുട്ടിയുടെ പരാതിയിൽ കേസെടുക്കുകയും നടപടികളുമായി മുന്നോട്ട് പോവുകയും ചെയ്തിരുന്നു. ഇതിൽ ആദ്യഘട്ടത്തിൽ ഈ പരാതി ഇതിനു മുൻപ് അട്ടാണി അനീഷ് എന്ന് പറയുന്ന ഒരു ഗുണ്ടാ നേതാവ് ഇവരെ പീഡിപ്പിച്ചിരുന്നു. പക്ഷേ ആ സംഭവത്തിലേക്ക് വഴി തുറക്കുന്നത് ഇതിൽ പിടിയിലായ ഫിറോസ് ഖാൻ്റെ മൊഴിയുടെ പശ്ചാത്തലത്തിലാണ്. എങ്ങനെയാണ് ഇവരെ പരിചയം എന്നതടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ചു. ഈ പെൺകുട്ടി പറഞ്ഞു തൻ്റെ ഫോട്ടോ അടക്കം കാണിച്ചാണ് ഇങ്ങനെ പേടിപ്പിച്ച് തന്നെ കൊണ്ടു നടന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുകയും ഫിറോസ് ഖാനിലേക്ക് ചെല്ലുമ്പോൾ കൂടുതൽ ചോദ്യം ചെയ്യലിന് ശേഷമാണ് ഇയാൾ സമ്മതിക്കുന്നത് തനിക്ക് ചില ദൃശ്യങ്ങൾ തൻ്റെ കൈവശമുണ്ടായിരുന്നു, ആ ദൃശ്യങ്ങൾ കാണിച്ചാണ് ഇവരെ പീഡിപ്പിച്ചത് എന്നതെല്ലാം തന്നെ പറയുന്നു. ഈ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചത് അട്ടാണി അനീഷ് എന്ന് പറയുന്ന ആളാണ്. മട്ടാഞ്ചേരി സ്വദേശിയാണ് ഇയാൾ. ഈ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളാണ് ഇവരെല്ലാവരും തന്നെയും. അപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഇവരെ തട്ടിക്കൊണ്ടു പോകുന്നതും ഇങ്ങനെ ക്രൂരമായ പീഡനത്തിന് ഇരയാക്കുന്നതും. അട്ടാണി അനീഷ് ഈ മാർച്ചിലാണ് ഇവരുമായി ബന്ധപ്പെടുന്നതും ഇവരുമായി പരിചയത്തിലാകുന്നതും പിന്നീട് ഇവരെ പീഡിപ്പിക്കുന്നതും എല്ലാം തന്നെ ഉണ്ടാകുന്നത്. അന്നും ലഹരി മരുന്നുകൾ നൽകിയെന്നാണ് പറയുന്നത്. അന്ന് പകർത്തിയ ദൃശ്യങ്ങളടക്കമാണ് പിന്നീട് ഇത് പുറത്തേക്ക് വരുന്നത്. അട്ടാണി അനീഷ് ഒരു കേസിൽ പ്രതിയായി അയാൾ ജയിലിലേക്ക് പോകുന്നു. ജയിലിൽ തിരിച്ചെത്തിയ ശേഷമാണ് ഇയാൾ സുഹൃത്തുക്കൾക്ക് പലരും ഈ ഫിറോസിന് അടക്കം പലർക്കും തന്നെ ഈ ദൃശ്യങ്ങൾ അയച്ചു കൊടുക്കുകയും ചെയ്തത്. അവരാണ് ഈ പെൺകുട്ടിയെ സമീപിക്കുകയും ഈ ദൃശ്യങ്ങൾ കാണിക്കുകയും പിന്നീട് തട്ടിക്കൊണ്ടുപോകുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തത്. ഏതായാലും ഫിറോസ് ഖാനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അട്ടാണി അനീഷിനെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് മട്ടാഞ്ചേരി സ്റ്റേഷൻ ലിമിറ്റിലായതുകൊണ്ട് അവിടേക്കാണ് കേസ്. ഒന്ന് നോർത്ത് സ്റ്റേഷനിലുമായിട്ട് കേസ് തുടരുകയാണ്. ഏതായാലും വളരെ ഗൗരവത്തോടു കൂടിയാണ് പോലീസ് ഈ കേസിനെ കാണുന്നത്. കേട്ടോ. യെസ്, തീർച്ചയായും നമുക്കറിയാം ഈ രണ്ട് ക്രിമിനലുകളുടെയും പശ്ചാത്തലം. പ്രത്യേകിച്ചും അട്ടാണി അനീഷ് ഒരു സ്ഥിരം ക്രിമിനലാണ്, കൊടും കുറ്റവാളിയാണ്. ഫിറോസ് ഖാനും ഇയാളുടെ സുഹൃത്താണ്. പോക്സോ കേസിലടക്കം മുൻപ് പിടിക്കപ്പെട്ടിട്ടുണ്ട്. ഇവരുടെ ഒരു മറ്റ് പശ്ചാത്തലങ്ങൾ, ക്രിമിനൽ പശ്ചാത്തലങ്ങളെ കുറിച്ച് പോലീസ് പരിശോധിക്കുന്നുണ്ടോ? മാത്രമല്ല, എങ്ങനെയാണ് ഈ യുവതിയെ ഇവർ തുടക്കം മുതൽ ലൈംഗികമായി ചൂഷണം ചെയ്തത്? അതോടൊപ്പം ഈ നഗ്ന ദൃശ്യങ്ങൾ പകർത്തി കൂടുതൽ പേർക്ക് കാഴ്ചവെച്ചിട്ടുണ്ടോ? ഈ 2 പേർ മാത്രമാണോ പ്രതിപട്ടികയിലുള്ളത്? ടോം, നിലവിൽ ഈ 2 പേരെ കുറിച്ചുമാണ് ഈ പെൺകുട്ടി വിവരം നൽകിയിരിക്കുന്നത് എന്നതാണ്. ഈ പെൺകുട്ടി ആദ്യം പരിചയപ്പെടുന്നത് അല്ലെങ്കിൽ ഇവരെ പരിചയപ്പെടുന്നത് ഈ അട്ടാണി അനീഷ് എന്ന് പറയുന്ന ആളാണ്. ഇതൊരു ആശുപത്രി ജീവനക്കാരിയാണ് ഇവരെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ദീർഘകാലം ഇവരുടെ ഒരു ബാല്യകാലമെല്ലാം തന്നെ അന്തേവാസിയായിട്ട് താമസിക്കുകയായിരുന്നു. ഇത്
ഓർഫനേജ് പോലുള്ളൊരു സ്ഥാപനത്തിൽ ആയിരുന്നു അവരുണ്ടായിരുന്നത്. പിന്നീടാണ് മറ്റ് പഠനം പൂർത്തിയാക്കി ജോലികൾക്ക് മാറ്റമായിട്ട് പുറത്തേക്ക് വരുന്നത്. എന്തായാലും അത്തരമൊരു സാഹചര്യത്തിൽ നിന്ന് വരുന്ന ഒരു പെൺകുട്ടിയാണ് ഇവരെ ഈ രീതിയിലേക്ക് ഇവർ ഉപയോഗപ്പെടുത്തുന്നത് എന്നതാണ്. ഈ അട്ടാണി അനീഷാണ് ഈ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നീട് അവരൊരു സൗഹൃദത്തിലാകുന്നതും ഈ രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുകയും ചെയ്യുന്നത്. ഇയാളുടെ ഒരു ക്രിമിനൽ പശ്ചാത്തലമുണ്ട്, വലിയ രീതിയിലുള്ള ഒരു പല കുറ്റകൃത്യങ്ങളിലും ഇയാൾ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇയാൾ ജയിലിലായിരുന്നു. പിന്നീട് ഇപ്പോൾ ഈ കേസിന് തൊട്ടു മുമ്പും മറ്റൊരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജയിലിലാവുകയും അവിടുന്ന് പുറത്തിറങ്ങുമ്പോഴാണ് ഇവർ സുഹൃത്തുക്കൾക്ക് ഈ ദൃശ്യങ്ങൾ അയച്ചു കൊടുക്കുകയും ഇവർ ഡീറ്റെയിൽസ് നൽകുകയും എല്ലാം തന്നെ ചെയ്യുന്നത്. ഈ ഫിറോസ് എന്ന് പറയുന്ന ആളും കുറ്റകൃത്യങ്ങളുടെ പശ്ചാത്തലമുള്ളതാണ്. നേരത്തെ പോക്സോ കേസിലടക്കം പ്രതിയാണ് ഇയാളെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ മുഴുവനായും തന്നെയും ഒരു ക്രിമിനൽ സാഹചര്യമുള്ള ആളുകൾക്കിടയിലേക്കാണ് ഈ പെൺകുട്ടി എത്തപ്പെടുന്നത് എന്നതാണ്. ഏതായാലും ഈ കാര്യങ്ങളെക്കുറിച്ച് ഇവർ മാത്രമാണോ ഉള്ളത് എന്നതിനെക്കുറിച്ചെല്ലാം തന്നെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ പെൺകുട്ടി ആദ്യഘട്ടത്തിൽ ഈ അട്ടാണി അനീഷിനെ കുറിച്ച് വ്യക്തമായൊരു വിവരം നൽകിയിരുന്നില്ല എന്ന് തന്നെയാണ് അറിയുന്നത്. ഈ കേസിൽ ഫിറോസ് ഖാനെ ചോദ്യം ചെയ്തതോടുകൂടിയാണ് ഇയാളുടെ പങ്കുകൂടി ഈ കേസിൽ തെളിഞ്ഞു വരികയും ചെയ്യുന്നത്. ഏതായാലും രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യങ്ങൾ പോലീസ് പരിശോധിക്കുകയാണ്. കൂടുതൽ പേരെ ഈ സംഘം ഇതുപോലെ ഇരയാക്കിയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയുമാണ്. ടോം. വ്യക്തമാണ്. ഡാനി പോളാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഏറെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ് കൊച്ചിയിൽ നടന്നത്. യുവതിയെ 24-കാരിയെ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി പീഡിപ്പിക്കുന്നു. അതും അവരുടെ നഗ്ന ദൃശ്യങ്ങൾ കാട്ടി ഭീഷണിപ്പെടുത്തി ബ്ലാക്ക് മെയിൽ ചെയ്തായിരുന്നു അതിക്രൂരമായിട്ടുള്ള പീഡനങ്ങൾ നടന്നത്. ഈ കേസിലെ മുഖ്യപ്രതി അട്ടാണി അനീഷ് എന്ന കൊടും ക്രിമിനലാണ്. ഇയാൾ ഈ നഗ്ന ദൃശ്യങ്ങൾ കാട്ടി യുവതിയെ ഭീഷണിപ്പെടുത്തി ഇയാളുടെ സുഹൃത്തുക്കൾക്കടക്കം കാഴ്ചവെച്ചു. കേസിലെ രണ്ടാമത്തെ പ്രതിയായിട്ടുള്ള, അതായത് യുവതി ഏറ്റവും ഒടുവിൽ പീഡിപ്പിച്ച കേസിലാണ് ഇപ്പോൾ ഫിറോസ് ഖാനും പിടിയിലായിരിക്കുന്നത്. ഈ കേസിൽ ഒരുപക്ഷെ കൂടുതൽ പേർ പ്രതിപ്പട്ടികയിലേക്ക് വരാം. വിശദമായ അന്വേഷണം നടത്തുകയാണ് പോലീസ്. കണ്ണൂരിൽ ജോലി വാഗ്ദാനം ചെയ്ത് കോൺഗ്രസ് നേതാവിന്റെ തട്ടിപ്പെന്ന് പരാതി. മന്ത്രി സണ്ണി ജോസഫിന്റെ അഡീഷണൽ PS ചന്ദ്രൻ തില്ലങ്കേരിയുടെ വ്യാജ സീൽ ഉണ്ടാക്കിയാണ് തട്ടിപ്പ്. കണ്ണൂർ കോർപ്പറേഷനിൽ ജോലി വാഗ്ദാനം ചെയ്താണ് ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയതെന്നാണ് ആരോപണം. കക്കാട് മണ്ഡലം പ്രസിഡന്റ് ടി മുരളിക്കെതിരെയാണ് പരാതി. കണ്ണൂർ DCCയുടെയും മന്ത്രി സണ്ണി ജോസഫിന്റെയും അഡീഷണൽ PS ചന്ദ്രൻ തില്ലങ്കേരിയുടെയും പേരിൽ വ്യാജ സീലുകൾ നിർമ്മിച്ചതായും പരാതി ഉയർന്നിട്ടുണ്ട്. 5 പേർ തട്ടിപ്പിന് ഇരയായെന്നും 6 ലക്ഷത്തോളം രൂപയോളം മുരളി കൈക്കലാക്കിയെന്നുമാണ് പരാതി. മുരളിക്കെതിരെ DCC പ്രസിഡന്റും ചന്ദ്രൻ തില്ലങ്കേരിയും പരാതി നൽകി. വിവരങ്ങളുമായി സുമേഷ് മോറാട് ചേരുന്നു കണ്ണൂരിൽ നിന്ന്. സുമേഷ്, ഈ തുടക്കം മുതൽ വലിയ ആക്ഷേപങ്ങൾ, അതായത് UDF അധികാരത്തിൽ വന്നത് മുതൽ വലിയ ആക്ഷേപങ്ങൾ നേരിടുന്നുണ്ട്. പ്രത്യേകിച്ചും സണ്ണി ജോസഫിൻ്റെ സ്റ്റാഫിലേക്ക് ബന്ധുനിയമനവുമായി ബന്ധപ്പെട്ട വിവാദം, പിന്നീട് അതിന് പകരമായി ചന്ദ്രൻ തില്ലങ്കേരി ആ പദവിയിലേക്ക് എത്തുന്നു. ചന്ദ്രൻ തില്ലങ്കേരിയുടെ പേരിൽ, മന്ത്രിയുടെ പേരിൽ, DCCയുടെ പേരിൽ വ്യാജരേഖകൾ ചമച്ച് വലിയ കൊള്ള നടത്തുന്നു, അതായത് തൊഴിൽ തട്ടിപ്പ് നടത്തുന്നു. ഇയാൾക്കെതിരെ കോൺഗ്രസ് നേതൃത്വം DCC പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് കേസെടുത്തിട്ടുണ്ടോ? കൂടുതൽ പേർ തട്ടിപ്പിനിരകളായിട്ടുണ്ടോ? ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറെ ഒരു വിവാദം തന്നെയാണ് ഇപ്പോൾ കണ്ണൂരിൽ ഉണ്ടായിരിക്കുന്നത്. അതായത് 5 പേരാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാതിയുമായി എത്തിയിട്ടുള്ളത്. ഈ കോൺഗ്രസ് കക്കാട് മണ്ഡലം പ്രസിഡന്റ് TP മുരളിക്കെതിരെയാണ് ഇപ്പോൾ ഈ ഗുരുതര ആരോപണം ഉയർന്നിട്ടുള്ളത്. ജോലി വാഗ്ദാനം ചെയ്ത് 6 ലക്ഷത്തോളം രൂപ ഈ പലരിൽ നിന്നും ഈ തട്ടിയെടുത്തു എന്നാണ് പറയുന്നത്. അത് കൂടുതലുണ്ടോ എന്നുള്ള കാര്യത്തിൽ സുമേഷിലേക്ക് എത്താം. ഇപ്പോൾ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.